ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമസ്തേ കൊച്ചി. അപ്പം നമസ്തേ കൊച്ചിയിലെ വേറൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ ഞാൻ ഇപ്പം ജിമ്മിൽ പോയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കണതെന്നാണ് കാണിക്കാൻ പോകണം. അപ്പം എൻ്റെ ഒരു ചെറിയ മോർണിംഗ് റുട്ടീനാണ് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പം റൂമൊക്കെ നല്ല അലങ്കോലമാണ്, കിച്ചൺ അതിനേക്കാളും വലിയ അലങ്കോലമാണ്. സോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, എത്രയും പെട്ടെന്ന് കഴിക്കണം. 10 മണി ആവണേക്ക് മുമ്പ് തന്നെ കഴിക്കണമെന്നാണ് കോച്ച് പറഞ്ഞേക്കണം. അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കിച്ചൺ നോക്കണ്ട, നല്ല വൃത്തികേടാണ്. അത് എന്തായാലും ക്ലീൻ ചെയ്യണം. അത് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അറ്റ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം എന്നോട് കോച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുട്ടയുടെ വെള്ള പ്ലസ് വീറ്റ് ബ്രെഡ്, അത് ഞാൻ 2 എടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ വെള്ള പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഓയിലിൽ സ്ക്രംബിൾ ചെയ്തെടുക്കണമെന്നുള്ളൂ. അതും 2 വീറ്റ് ബ്രെഡും 3 ബദാമും പിന്നെന്താ പിന്നെ ഒരു മധുരമില്ലാത്ത കടുപ്പത്തിലൊരു നല്ലൊരു കട്ടൻ കോഫി ബ്ലാക്ക് കോഫി ആണ് ഞാനിപ്പോൾ ഇന്ന് കഴിക്കാൻ പോണത്. അതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കണില്ല. പിന്നെ ഉച്ചയ്ക്കാണ്, അത് ഉച്ചയ്ക്ക് കാണിച്ചു തരാം. ഇന്നിപ്പം മോർണിംഗ് റുട്ടീൻ ഞാൻ എന്താണ് ജിം കഴിഞ്ഞ് വന്നാൽ കഴിക്കണമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പം നമുക്കതിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ പൊതുവേ സത്യം കാണിക്കാൻ പോകണമെന്ന് അറിയില്ല ഗ്യാസ്. അപ്പോൾ പൊതുവേ എനിക്ക് മുട്ടയുടെ മഞ്ഞളെന്ന് സംഭവം കണ്ണേറെ കണ്ടോളാം. അപ്പം ഈ 4 മുട്ടയുടെ മഞ്ഞ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ റൂംമേറ്റ് ഉണ്ട്, ചേച്ചി എന്തെങ്കിലും ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം. അപ്പം ഞാൻ മുട്ടയുടെ വെള്ളം എടുക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഗിവ് ലൈക്ക് ദിസ്, എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ കാണിക്കുക, കുറച്ച് താഴെ പോയി അയ്യടാ, കുറച്ച് താഴെ പോയി. എത്ര കഷ്ടപ്പെട്ടാന്ന് പറയാം ഒരു കോഴി മുട്ടയിരുന്നു. എന്നിട്ട് അതിനൊരു വിലയില്ല. അല്ലെങ്കിലും ഇങ്ങനെയാണ് മനുഷ്യരും. കോഴിയുടെ വേദന ആരെങ്കിലും അറിയണ്ട. എനിക്ക് പിന്നെ വേറൊരു സ്വഭാവമുണ്ട്, കുക്ക് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വൃത്തി തോന്നില്ല. ഇത് പൊട്ടിച്ചിടാം. യെസ്, സോറി, ഞാൻ അങ്ങനെയാണ്. അത് നിങ്ങൾ കാര്യം വെക്കണ്ട. ഡാർക്ക് സീ. ലോകം ഇങ്ങനാണ് ബായ്, പോയതാണ് ബായ്, ഞാൻ എങ്ങനാണ് ബായ്, അതിലെന്താണ് ബായ്. മനുഷ്യരല്ലേ, തെറ്റ് പറ്റാതിരിക്കുള്ളേ. ഓ മൈ ഗോഡ്, എന്റെ മുട്ടയുടെ മഞ്ഞ. ലോകം ഇങ്ങനാണ്, ബുദ്ധി ഇങ്ങനാണ്. ബുദ്ധി എന്തെങ്കിലും ഇതൊക്കെ തെറ്റ്. ഞാനുമുണ്ട്, നീയുമുണ്ട്, അങ്ങനുണ്ട്, ഇങ്ങനുണ്ട് ബൈ. സോൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീട്ടിലെ സോൾട്ട് തീർന്ന അത് ബാഡ് ലക്കാണ്. സോൾട്ടിന് നല്ല കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ഡോറിന്റെ മുമ്പിലല്ലേ ഇങ്ങനെ സോൾട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നെഗറ്റീവ് എനർജി വരില്ലെന്നാണ് പറയുന്നത്. ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ
നമുക്കിപ്പോൾ തോന്നണതാണ് ആൾക്കാർ നമ്മളെ കണ്ണ് വെക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ വിച്ച് ടിപ്സ് ആണ്. ഞാൻ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ആളാണ്. വിച്ച് ടിപ്സ് എനിക്ക് ഇഷ്ടമാണ്, ക്യൂരിയോസിറ്റിയാണ്. പല കാര്യങ്ങളും പറയണത് അങ്ങനെ നടക്കാറുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ബിലീഫ് നിങ്ങളെ ബിലീഫ് ആവണമെന്നില്ല. എനിക്കറിയാവുന്ന കുറച്ച് വിച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പം നമ്മള് അതിൽ കണ്ണ് വെച്ച നമ്മളിപ്പോ ആരെങ്കിലും കണ്ണ് വെച്ച, ഈ കണ്ണീർ എന്നുള്ള സംഭവം സത്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മളെ കണ്ണ് വെക്കണ സംഭവം സംഭവം സത്യമാണ്. അപ്പം അപ്പം ഈ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കുളിക്കണ വെള്ളമില്ലേ, കുളിക്കണ വെള്ളത്തിൽ ഉപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ. നെഗറ്റീവ് എനർജി പോയി കിട്ടും എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാത്രം കഴുകണം ഭയങ്കര ടാസ്ക്കാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ടാസ്ക് തന്നെ. പെണ്ണുങ്ങളായാലും ശരി, എബ്രോഡ് താമസിക്കുക ആരായാലും ശരി, നമ്മള് വർക്ക് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടുത്തെ വർക്കും കൂടി ചെയ്യണം. ഒറ്റയ്ക്കാണ് മിക്കത് കഴിക്കുന്നത്. അതങ്ങനെയൊക്കെ തന്നെ. അതിപ്പം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്, ചെയ്തേ പറ്റുള്ളൂ. അതിൽ നമ്മൾ അരസമായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മള് കുറച്ച് ലേറ്റ് ആകും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളില്ലേ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഗസ്റ്റൊന്നും വരാറില്ലല്ലോ നാട്ടിലത്തെ പോലെ. അപ്പൊ അതുകൊണ്ട് ലേറ്റായി ചെയ്യും. അപ്പൊ അതിനങ്ങനെ കണ്ടുവച്ചാൽ മതി. ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്. വർക്ക് പോവാ, ജിമ്മിൽ പോവാ, ഇവിടുത്തെ പണി ചെയ്യുക, സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക, ഇതൊക്കെ നല്ല ടഫ് ജോലികളാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ചെയ്യണേ? എന്താ പറയാ, നമ്മളിപ്പോ ഇവിടെ വന്നേക്കണത് സമ്പാദിക്കാനാണ്. സമ്പാദിക്കണത് നേരത്തെ നമ്മളെ വീടിന്റെ ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കൂലോ. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും എല്ലാ തുണികളും ഒരുമിച്ചിട്ട് കഴിയണം. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, ഒരാഴ്ച കൂടുമ്പോഴേക്കും ബെഡ്ഷീറ്റ് വരണത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും വീടടിച്ചു വരണത്. കിച്ചന്റെ പ്ലേറ്റ് കഴിയണ പിറ്റേ ദിവസമായിരിക്കും. ഇതൊക്കെ സ്വാഭാവികം. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബാഡാവാൻ നിൽക്കണ്ട. അത് ചെയ്യും എന്തായാലും, അത്രേ ഉള്ളൂ. ഞാനെന്താ പറഞ്ഞത്? വിച്ച് ടിപ്സ് അല്ലേ? ഓക്കെ, വിച്ച് ടിപ്സ്. ചില വിച്ച് ടിപ്സ് ഒക്കെ കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റിയാണ്, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഈ ഉപ്പിന്റെ കാര്യം പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അത് ബിലീവബിൾ ആണ്. ഞാൻ ഇത്രയും ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബിക്കോസ് എൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഓയിൽ തൊടരുതെന്ന്. കോച്ച് ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്. ഓ, ഡയറ്റ് പ്ലാനേ ഞാൻ കോച്ചിനോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ബിക്കോസ് എനിക്ക് ആദ്യം നിന്ന് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുൻതോടും ഫുഡ്. ഞാൻ എനിക്ക് ഡയറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്ത് തരുമെന്ന് വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. കടുപ്പിട്ട് ഞാൻ കഴിക്കും. നമുക്ക് സ്ക്രബ് ചെയ്യാം. ഞാൻ പണ്ടേ ഈ മറ്റേ റോഡ്സ് തട്ടുകടയില്ലേ, തട്ടുകടയിലൊക്കെ ഇങ്ങനെ മുട്ട ചിക്കുമ്പം ഒരു ഇത് കാണിക്കേ, അത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് ആദ്യം തന്നെ ഗ്ലാസ് എടുക്കും. ഈ സ്റ്റീലിന്റെ ഗ്ലാസ് എടുക്കും. സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് അത് തട്ടയുടെ ചെലവഴിക്കുക.
പറ്റൂല. പക്ഷേ ഈ ഗ്ലാസിന്റെ അടപ്പം കൊണ്ട് നമുക്ക് ഇത് കുഞ്ഞിതാക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ. നോക്കി കണ്ടോ, അതില്ലേ? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. പണ്ട് തട്ടുകളിൽ ചേട്ടന്മാര് ചെയ്യണം കണ്ടിട്ടുണ്ട് കുഞ്ഞിതില്. ആ ഒരു ഓർമ്മയ്ക്ക് ചെയ്തതാ. പെർഫെക്റ്റ്. സോ നമുക്ക് സ്ക്രംബിൾ ചെയ്ത മുട്ട മാറ്റാം. ആൻഡ് 2 ബ്രെഡ് എടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തോട്ടെ. രണ്ട് ബ്രെഡ് എടുക്കുന്നത്, വീറ്റ് ബ്രെഡ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചാണ്. ലോകം നിങ്ങളാണ്, ലോകം നിങ്ങളാണ്, ബുദ്ധിമണ്ഡലാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പൊ ഈയിടെയായിട്ട് യൂട്യൂബിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരുമാതിരി ഒരു കണ്ടന്റ് ഇല്ലാത്ത രീതിയിലാണ് യൂട്യൂബ് പൊക്കോണ്ടിരിക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാണാം. വല്ല പരദൂഷണോ കാര്യങ്ങളോ, പരദൂഷണമല്ല, ഈ റിയാക്ഷൻ വീഡിയോസ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ഇപ്പൊ വീഡിയോസ് ഒന്നും അങ്ങനെ നല്ല രീതിക്ക് ഇടാമോ. അയാളുടെ ഇതെന്തോ ഭയങ്കര ഷോ ആയിപ്പോയി ടോപ്പിക്കൊക്കെ. പിന്നെ കൈസിന്റെ ആണെങ്കിൽ ഒരുമാതിരി ഷോകൾ ടോപ്പിക്കൊക്കെയാണ് അവൻ വലിച്ചോണ്ട് വന്നത്. ഇടയ്ക്കൊക്കെ ഓക്കെയാണ്, പിന്നെ ഇടയ്ക്കൊക്കെ ഭ്രാന്ത് വിളിക്കും. പറഞ്ഞ പോലെ വേറെ നല്ല നല്ല റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇല്ല. ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോ ബിഗ് ബോസ് കണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ ഇപ്പൊ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് വീഡിയോസ് നിർത്തിയിട്ട് അവര് പേഴ്സണലായിട്ട് എന്താ പറയാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ പോലെ തോന്നുക. അവരൊക്കെ ഭയങ്കര കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ള സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ അക്ഷയില്ലേ, അവരുടെ ചാനൽ താഴത്തോട്ട് ഡിമ്മേ താഴത്തോട്ട് പോയി. പക്ഷെ അവരുടെ അനീത്ര ചാനലുണ്ട് വിജിത, പുള്ളിക്കാരത്തി കയറി വന്നല്ല. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സ്വന്തം പ്രയത്നത്തിൽ ഇത്രയും നിലയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എത്തിയല്ലോ എന്ന്. ഇപ്പോഴും ആ കൊച്ചി യൂട്യൂബ് ചാനലൊക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു യൂട്യൂബ് ചാനലും ഇപ്പൊ അത്ര ഇതല്ല, ഒരു കണ്ടന്റ് ഇതില്ല. നമ്മളെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുക. പിന്നെ കുറെ കാണാനും ഉണ്ട്. എനിക്കത് ഇഷ്ടമല്ല പറയണ പേരൊന്നും. ഷെഫീന ബീവിയോ തനൂജയോ ഇവർക്കൊന്നും പണിയില്ലേ വീട്ടില്. വേറെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഷെഫീന ബീവിയുടെ കണ്ടന്റ് വെറും ഷോകള്, വെറുതെ പൈസക്ക് വേണ്ടി കാണിക്കണ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്തിനാണെന്നോ ചില സമയത്ത് കാണുമ്പോൾ രാവിലെ പിടിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ, ഒരു ക്വാളിറ്റി. സോ ഇതാണ് ഗൈസ് എൻ്റെ മോർണിംഗ് റുട്ടീനിലെ ബ്രേക്ക്ഫാസ്റ്റ്. സ്ക്രംബിൾഡ് എഗ് വൈറ്റ്, 2 വീറ്റ് ബ്രെഡ്, 1 കോഫി ആൻഡ് 3 ബദാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. ഞാനപ്പോൾ റൂമിലോട്ട് പോട്ടെ, എന്നിട്ട് നിങ്ങളെ ഞാൻ അവിടേക്ക് എത്തിക്കാം കേട്ടോ. ശരി. അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഹാപ്പി ഡേ. നല്ല രീതിക്കൊക്കെ മീൻസ് നമ്മുടെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കുക. അത്ര തന്നെ. അപ്പം ശരി, എന്നാൽ നമുക്ക് പിന്നെ കാണാം. ബൈ.